ഒന്നിനെക്കുറിച്ചും ചഞ്ചലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചൊരു ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ ദൈവം കൃപ ചെയ്യും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനപരമായ ഒരു ജീവിതം. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടിരിക്കുന്നത് സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് അവന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് സ്തോത്രം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. സമാധാനം ഇല്ലാത്തവരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, വേദപുസ്തകം പറയുന്ന ലോകം തരാത്ത സകല ബുദ്ധിയും കവിയുന്ന ആ ദൈവിക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നിനെക്കുറിച്ചും ചഞ്ചലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചൊരു ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ ദൈവം കൃപ ചെയ്യും. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം എഴുതിയിട്ടുണ്ട്. സമാധാനത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ചിലര് പറയുന്ന കരഞ്ഞുകൊണ്ട് ജീവിക്കാനാ വിളിച്ചിരിക്കുന്നത്, സങ്കടപ്പെട്ടുകൊണ്ട് ജീവിക്കാനാ വിളിച്ചിരിക്കുന്നത്, വിഷമം സഹിച്ച് ജീവിക്കാൻ അല്ല. വചനം ഉറപ്പ് തരിക, സമാധാനത്തിൽ ജീവിപ്പാൻ. യേശു പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. അത് ലോകം തരുന്ന പോലെയല്ല. ആ ദിവ്യമായ സമാധാനം അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലിഹ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. നമുക്ക് സമാധാനം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യട്ടെ. സമാധാനമുള്ളവന്റെ ഉറക്കം, സ്തോത്രം, അവന് നന്നായി ഉറങ്ങാൻ കഴിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനൊരു രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നമ്മള് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ തിരക്കി നോക്കി, ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരുന്ന് വാങ്ങിക്കുന്നത് മറ്റൊരസുഖങ്ങൾക്കുമല്ല, നല്ല ഉറക്കത്തിന്. മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന ധാരാളം പൈശാചിക ആസക്തികളുണ്ട്. നമുക്കിന്ന് രാവിലെ പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവം സമാധാനം തരട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലോകം തരാത്ത ആ ദിവ്യമായ സമാധാനം നിന്റെ മക്കൾക്ക് കൊടുക്കണം. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അവർക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ ദിവ്യമായ സമാധാനം പ്രാപിച്ച് ഓരോ ദിവസം ജീവിക്കാം. ഗോഡ് ബ്ലസ് യു.